നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും സാംസ്കാരികമായ മുന്നേറ്റത്തിനുമെല്ലാം അമൂല്യ സംഭാവനകളാണ് മറുനാട്ടുകളിലെ കേരളീയർ നൽകുന്നത്. ലോകത്തിൻ്റെ ഏത് പ്രദേശത്ത് കഴിയുന്ന മലയാളിക്കും പിറന്ന മണ്ണിനെ മറക്കാനാകില്ല. നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിശ്വമാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രവാസി സമൂഹത്തിന് വലിയ പങ്കുണ്ട്. എല്ലാ മേഖലകളിലും ഈ പങ്കാളിത്തം ഉറപ്പാക്കുകയും വേണം. നമ്മുടെ ഭരണ അധികാര മേഖലകളിൽ പ്രവാസി പങ്കാളിത്തം കുറവായിരുന്നു. ഈ കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിണറായി സർക്കാർ ലോക കേരള സഭയ്ക്ക് രൂപം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനം പറയുന്നത് പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്നാണ്. ഈ മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് ശുഭപ്രതീക്ഷകൾക്ക് ഇട നൽകുന്നു. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനും ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റും സംയുക്തമായാണ് സർവേ നടത്തിയത്. കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് അയക്കുന്ന പണത്തിൻ്റെ അളവിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായത്. 2018 85,092 കോടിയാണ് അയച്ചിരുന്നതെങ്കിൽ 2023 അത് 2.16 ലക്ഷം കോടിയായി ഉയർന്നു. നേരത്തെ ശരാശരി മലയാളി ഒരു വർഷം 96,185 രൂപ അയച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അയക്കുന്നത് 2.23 ലക്ഷം രൂപയാണ്. മലപ്പുറത്താണ് പ്രവാസികൾ കൂടുതലെങ്കിലും പണം അയക്കുന്നതിൽ മുന്നിൽ കൊല്ലം ജില്ലയിലുള്ളവരാണ്. മൊത്തം അയക്കുന്ന പണത്തിൻ്റെ 17.8% കൊല്ലം ജില്ലയ്ക്ക് ലഭിക്കുമ്പോൾ 16.2% മലപ്പുറത്തിനുള്ളത്. പ്രവാസികളുടെ പണത്തിൻ്റെ 15.8% നാട്ടിൽ ഭവന നിർമ്മാണത്തിനായാണ് വിനിയോഗിക്കുന്നത്. ഒരു പുതിയ വീടെന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാമ്പത്തിക സ്ഥിതി മാത്രമുണ്ടായിരുന്ന പലർക്കും സ്വന്തം വീടെന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് മലയാളികളുടെ പ്രവാസ ജീവിതം മൂലമാണ്. വീട് വെക്കാൻ പണം ചിലവാക്കുമ്പോൾ കൂലിയായും മറ്റ് സാധനങ്ങളുടെ വാങ്ങലിനായും മറ്റും ആ പണം സംസ്ഥാനത്ത് ചെലവഴിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നാട്ടിൽ തന്നെ ഒട്ടേറെ പേർക്ക് വരുമാനമായി മാറുന്നു. 1988 14 ലക്ഷം പേരായിരുന്നു പ്രവാസികൾ. 2023 അത് 22 ലക്ഷമായി ഉയർന്നത് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് കൂടുതൽ ആക്കം കൂട്ടാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇവർക്കായി കുടുംബശ്രീ മാതൃകയിൽ പ്രവാസി മിഷൻ രൂപീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് സർക്കാർ ഒരുങ്ങുകയാണ്. പ്രവാസികളുടെ പുനരധിവാസത്തെ മുൻനിർത്തി പ്രവാസി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാനും സ്വയം സഹായ സംഘങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവ രൂപീകരിക്കാനും തീരുമാനമുണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള കരാറുകളിൽ കുടിയേറ്റവും വിഷയമാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങുന്നവർക്ക് വാർദ്ധക്യകാലം ചെലവഴിക്കാൻ സൗകര്യമൊരുക്കുന്നതും പരിഗണിക്കും. ലോക കേരള സഭയ്ക്ക് നിയമപരിരക്ഷ നൽകുന്നതിന് നിയമം നിർമ്മിക്കുന്നതിനും ആലോചിക്കുന്നുണ്ട്. ലോകത്തെവിടെ ചെന്നാലും മലയാളം കേൾക്കാം. അതെ, മനുഷ്യ ജീവിതത്തിൽ വേരുകളാഴ്ത്തി വിശ്വമാകെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരിടമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. കേരളം എന്നാൽ ലോക കേരളമാണ്. അതായത് കേരളത്തിന് പുറത്തും കേരളമുണ്ട്. അവരെ ചേർത്ത് നിർത്തി മുന്നേറുകയാണ് നമ്മൾ.